ഈ സുന്ദരിയുടെ പേരാണ് ലിസ. അവളിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടൊരു 4 കൊല്ലമായി. അവളുടെ വീട് ശരിക്കും തിരൂരായിരുന്നു. തിരൂർ അവളുടെ അമ്മ ഒരു മുസ്ലിമിൻ്റെ വീട്ടിലാണ് അവളെ പ്രസവിച്ചത്. അവിടുന്ന് ഒരു മാസം ആകുമ്പോഴേക്കും അതിനെ വണ്ടി ഇടിച്ചു മരിച്ചു അവളുടെ അമ്മ. അപ്പോൾ ഒരു കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഏട്ടൻ ചോദിച്ചു ഇങ്ങനെ 2 പപ്പി ഉണ്ട് തരട്ടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് 2 വാങ്ങിച്ചു. ഞങ്ങൾ റെസ്ക്യൂ ചെയ്തതാണ്. അപ്പോൾ ഒരെണ്ണം മരിച്ചു, ഒരാളിപ്പോൾ ഇവളാണ് ഉള്ളത്. 4 കൊല്ലമായി വന്നിട്ട്. അപ്പോൾ കറക്റ്റ് പാലും ഫുഡൊന്നും കിട്ടാത്ത അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു. മാവിൻ്റെ മാങ്ങയും പിന്നെ പ്ലാവിൻ്റെ ചക്കയും ഒക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഈ മാങ്ങയിൽ ചോറ് കൊടുത്താലും കഴിക്കും, എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും കഴിക്കും, ചക്കയിൽ കൊടുത്താലും കഴിക്കും, ഒക്കെ ഇഷ്ടമാണ്. ആട്ടുകുട്ടീനെ പോലെ, ഒരു ആടിനെ പോലെയാണിത്. എല്ലാ ഫ്രൂട്ട്സും കഴിക്കും, പച്ചക്കറിയൊക്കെ നന്നായി കഴിക്കും. പക്ഷേ ഏറ്റവും ഇഷ്ടം തൈരാണ്. കണ്ട, തൈരാണ് ഏറ്റവും ഇഷ്ടം ഇവൾക്ക്. സുന്ദരി കേട്ടോ, നോക്ക്. അയ്യോ കണ്ട, സുന്ദരി കുട്ടിയാണ്. ഇതിൻ്റെ കണ്ണൊക്കെ നല്ല പ്രത്യേകത ഉണ്ട്. ഒരു തരം നോക്കട്ടെ അമ്മ നോക്കട്ടെ, കണ്ണ് കാട്ടി കൊടുത്തേ. കണ്ണൊരു ബ്രൗണിഷ് കളറാണ്. ബ്രൗൺ അല്ലേ, ഒരു പ്രത്യേക തരം കളറാണ് കണ്ണൊക്കെ. മൂക്കൊക്കെ കണ്ട റോസ് കളറാണ്. ഫുൾ വൈറ്റ് ആട്ടോ അവൾ, ഫുൾ വൈറ്റിലാണ് വരുന്നത്. കണ്ട, അധികം ഉയരമൊന്നുമില്ല, സുന്ദരി കുട്ടിയാണ്. പക്ഷെ 4 വയസ്സായിട്ടാണ്. തള്ളയാണ്, തള്ള അല്ല പൊന്നുവോ. പിന്നെ ക്യാമറ കാണുമ്പോൾ ഭയങ്കര നാണാണ്, അതാണ് മുഖം ഒന്നും നോക്കാത്തത്. ടോക്കി പോണോക്ക്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ. ടോക്കി ഡീ കണ്ട, ഒരു പരിചയമില്ലാത്ത ആളെ പോലെയാണ് പോണേ. അപ്പം അതാണ് ലിസയുടെ സ്റ്റോറി. പക്ഷെ നല്ല സ്നേഹമാണ്. ഈ ചങ്ങലേമ്മലായ കാരണം എല്ലാതും പറഞ്ഞാൽ കേൾക്കും, എല്ലാതും അറിയാം. വരാൻ പറഞ്ഞാൽ അറിയാം, ഇരിക്കാൻ പറഞ്ഞാൽ അറിയാം, കിടന്നോണം ഒക്കെ എല്ലാതും അറിയാം. പക്ഷെ ചങ്ങല ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റോട്ടിൽ കൂടെ എങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടാവും, ജെറ്റ് വിട്ട പോലെ. പിന്നെ നമ്മളെ ഒരു പരിചയം കാണില്ല. ആ ജംഗ്ഷനിൽ പോയിട്ട് അവിടെയുള്ള നായ്ക്കളെ മൊത്തം ഓടിക്കും, കടിച്ചുരുട്ടും. ഇതൊക്കെയാണ് ലിസയുടെ മെയിൻ പരിപാടി. പിന്നെ അറിയാത്ത ആൾക്കാരനെയൊക്കെ ഓടിക്കുക. പിന്നെ അവൾക്ക് മതിയായി കഴിഞ്ഞാൽ പിന്നെ വരും വീട്ടിലേക്ക്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ല, ഓരോ നായ്ക്കുട്ടികളുടെ അസുഖങ്ങളൊന്നും വരണ്ട വിചാരിച്ചിട്ട്. അതാണ് കണ്ട കുഞ്ഞു കുട്ടി. ഉറക്കം വരുന്നുണ്ട്. രാത്രി ഉറങ്ങില്ല, അത് മെയിൻ പ്രശ്നം. രാത്രി ഉറങ്ങാതെ എങ്ങനെ നോക്കിയിരിക്കും. എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടാലേ രാത്രി ഉറങ്ങില്ല. നൈറ്റ് ഡ്യൂട്ടിയാണ് ലിസയ്ക്ക് വരുന്നത് അല്ലേ. ലിസു സിറ്റ് നാണം കെടുത്തില്ലടി, സിറ്റ്. കണ്ട, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെയാണ് കിടന്നിട്ട് ഉറങ്ങുക. ഇനിയിപ്പോൾ കിടന്നാലൊരു 3:30-3:45 സമയത്ത് എണീക്കും. അപ്പോഴേ ഫുഡ് കൊടുക്കുള്ളൂ. കാരണം ചൂടുള്ള സമയത്ത് ഇവൾ ഭക്ഷണം കഴിക്കില്ല. കുറച്ച് വെയിലൊക്കെ മാറിയതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് തോനെ കഴിക്കും. അപ്പോൾ ആ സമയത്താണ് ഭക്ഷണം കൊടുക്കുക. പിന്നെ രാത്രിയും കുറച്ച് കൊടുക്കും. അങ്ങനെയാണ് ലിസ. അപ്പോൾ ഇത് ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത പപ്പിക്കുട്ടിയാണ് അല്ലേ പൊന്നോ, അല്ലേ. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര, ഇപ്പോൾ എന്നല്ല, ഇവിടെ പൊതുവേ ഡോഗ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി. ഡോഗ്സ് അല്ല, പെറ്റ്സിനോടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ്. ടോക്കി പോണോക്ക് കണ്ട, ഒരു പരിചയമില്ലാത്ത പോലെ പോണോക്കി നോക്ക്. അതങ്ങനെ അത് അങ്ങനത്തെ കാറ്റഗറി, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ലിസു ഇവിടേക്ക് നോക്കൂ, ലിസയുടെ ഭംഗി നോക്കട്ടെ. കണ്ണൊക്കെ നോക്ക്. അതാണ് ലിസയുടെ സ്റ്റോറി, സുന്ദരി കുട്ടിയുടെ സ്റ്റോറി. അപ്പം നമ്മൾ ഇന്നലെ ടോക്കിനെ പരിചയപ്പെട്ടില്ലേ, അപ്പോൾ അതുപോലെ ഞാൻ ലിസേനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ലിസ ഒന്ന് നോക്കടി. ടാറ്റാ 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 ടാറ്റാ. പോട്ടെ, ബൈ. നീ ഞാൻ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കണില്ല, അവൾക്ക് നാളാ, അത് കാരണം വീഡിയോ എടുത്ത് ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല. ബൈ. ബൈ.